ഇന്നത്തെ പല്ല് തേപ്പിനും ചായ കുടിക്കും കുളിക്കും ഒക്കെ ഇത്തിരി എനർജി കൂടുതലാണ് കേട്ടോ. എന്താന്നല്ലേ, ഇന്ന് കുഞ്ഞുന്റെ നഴ്സറിയിലെ ആദ്യത്തെ ദിവസമാണ്. അങ്ങനെ കുഞ്ഞുന്റെ സ്കൂൾ പഠനം ആരംഭിക്കുവാണ്. സ്കൂൾ യൂണിഫോമിന്റെ ബട്ടൺസ് ഒക്കെ അവൻ ഒറ്റയ്ക്ക് തന്നെ ഇടണം എന്നൊരേ നിർബന്ധം. ടീഷർട്ടിൽ എഴുതി സ്കൂളിന്റെ പേരൊക്കെ അവൻ കൗതുകത്തോടെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള വാട്ടർ ബോട്ടിൽ എടുത്ത് ബാഗിലാക്കി. സ്കൂളിൽ ചെന്നപാടെ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കാണിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂൾ ബാഗ് ഒറ്റയ്ക്ക് തന്നെ ഇടാനുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ആ അങ്ങനെ തന്നെ. ഒറ്റ കിട്ടുവാ. റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് സ്കൂളിലെത്തിയാൽ മതി എന്നായി മൂപ്പർക്ക്. ആദ്യത്തെ ദിവസത്തെ ഈ ഉത്സാഹം ഇനി അങ്ങോട്ടും എല്ലാ ദിവസവും ഉണ്ടാകണേന്നുള്ള പ്രാർത്ഥനയായി ഞങ്ങൾ ഇറങ്ങി. ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഞങ്ങളുടെ ആകെയുള്ള ഒരു ആശങ്ക ലാംഗ്വേജ് ആയിരുന്നു. വീട്ടിൽ മലയാളം മാത്രം കേട്ട് വളർന്ന അവനെ സ്കൂളിൽ അതൊരു ബുദ്ധിമുട്ടാവോ എന്നുള്ള പേടി. പക്ഷെ പൊടിക്കൊരു ഇംഗ്ലീഷൊക്കെ ആശാന്റെ കൈവശം ഉണ്ട്. അങ്ങനെ കുഞ്ഞുവിന്റെ സ്കൂളെത്തി. ആദ്യത്തെ ദിവസത്തെ എല്ലാ കോലാഹലങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞു ആള് നല്ല ഉത്സാഹത്തിലായിരുന്നു. ഹാപ്പി അല്ല? ഹാപ്പി ഒരു തമ്പ് കാണിച്ച തമ്പ്. കുഞ്ഞു നല്ല ഹാപ്പി ആയിട്ട് പോയെങ്കിലും ഇവിടെ ഒരാൾ ഇപ്പൊ പൊട്ടുന്നുള്ള അവസ്ഥയിലായിരുന്നു. സങ്കടം വരുന്നുണ്ടാ? കണ്ണു നിറഞ്ഞത് ആരും അറിയാതിരിക്കാൻ അതുവേട്ടൻ അതിവിദഗ്ധമായി ഹെൽമെറ്റ് എടുത്ത് വെച്ചു. എന്തായാലും ആ നേരത്ത് നെഞ്ചിലുണ്ടാവുന്ന ഒരു പെടച്ചില് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കുഞ്ഞു ഞങ്ങൾ അവിടെ ഇല്ലേന്ന് ഇടക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഉമ്മണി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഇന്ന് 1 hour മാത്രമേ ഉള്ളെങ്കിലും പാരന്റ്സിനെ അവിടെ നിൽക്കാൻ വിടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോ ഇതാ അവസ്ഥ. ഇതിന്റെ കാരണം ഇനി അടുത്ത വീഡിയോയിൽ പറയാം.